Good morning, teacher. Good morning. നിങ്ങൾ ഗുഡ് മോർണിംഗ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എന്തിനാ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നേ? നിങ്ങൾ എന്നെ ഫൂള് ചെയ്യല്ലേ? ഞാൻ നിങ്ങളുടെ അമ്മയെ പോലെയല്ലേ നിങ്ങളോടൊക്കെ പെരുമാറിയിട്ടുള്ളൂ. എന്നിട്ട് എന്നെ പറ്റിയുള്ള കംപ്ലൈന്റുകൾ മറ്റുള്ള ആൾക്കാരോട് പോയി പറഞ്ഞു കൊടുക്കുക അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്ലാസ് എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഈ ക്ലാസ് ആണ് പറയാറ്. എന്നിട്ട് ക്ലാസ് ആരാണെന്ന് ഞാൻ പറയുന്നില്ല. ആരും എന്നെ പറ്റി കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ചിലപ്പോ കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം എടുത്ത് നിങ്ങളെയൊക്കെ വഴക്ക് പറഞ്ഞെന്ന് വരും. അത് നിങ്ങൾ അമ്മ കലമ്പുന്ന പോലെ കരുതിയാ പോരെ? അമ്മേനെ പോലെ കരുതുകയാണെങ്കിൽ രണ്ടെണ്ണം അങ്ങോട്ടേക്ക് പറഞ്ഞിരിക്കല്ലേ. എന്നെ പറ്റി ആരാ കംപ്ലൈന്റ് കൊടുത്തതെന്ന് എനിക്കറിയാം കേട്ടോ. അത് ഈ ക്ലാസ്സിലുള്ള എല്ലാവർക്കും അറിയാമെന്നും എനിക്കറിയാം. അത് ആരാ കംപ്ലൈന്റ് കൊടുത്തതെന്ന് നിങ്ങൾ ആരെങ്കിലും എന്നോട് വന്ന് പറയണം കേട്ടോ. ഇല്ല, ഞാനിനി ക്ലാസ് എടുക്കുന്നില്ല. ഞാൻ ക്ലാസ് എടുത്തിട്ട് എന്തിനാ? എന്നെ പറ്റിയുള്ള കുറ്റങ്ങൾ മറ്റുള്ളവരോട് നിങ്ങൾക്ക് പോയി പറഞ്ഞു കൊടുക്കാനല്ലേ? ഇനി ആരാ കംപ്ലൈന്റ് കൊടുത്തതെന്ന് എന്നോട് വന്ന് പറയാതെ ഈ ക്ലാസ്സിൽ ഞാൻ ഇനി കയറത്തില്ല കേട്ടോ. ഞാൻ ഇവിടെ വേറെ ക്ലാസ് ടീച്ചറെ ആക്കാൻ പോവാം. ഞാൻ വരത്തില്ല. എന്നോട് ഇപ്പൊ തന്നെ വന്ന് പറയുന്നുണ്ടേ പറയാമായിരിക്കും. മോളെ എന്നാണ് മോളെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്? എന്തോ വിഷമുണ്ടല്ല എനിക്ക്. ഒന്നുമില്ല ഒന്നുമല്ല, എന്തോ പ്രശ്നമുണ്ട്. നിന്നെ ഇത്രയും കാലം ഞാനല്ലേ മോളെ വളർത്തിനി. നിന്റെ മുഖം കാണുമ്പോ എനക്കറിയില്ല എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന്. എന്നാന്ന് പറ, അമ്മ കേക്കട്ടെ, പറ. അതുണ്ടല്ല അമ്മേ, എനക്കൊരാൾ ഇഷ്ടാന്ന്. എനിക്ക് ഇതിനാ ഞാൻ ഇത്രയും കാലം നിന്നെ വളർത്തി. അല്ലെങ്കിൽ എന്തിനാ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നേ? നിങ്ങൾ എന്നെ ഫൂള് ചെയ്യല്ലേ? ഞാൻ നിങ്ങളുടെ അമ്മയെ പോലെയല്ലേ നിങ്ങളോടൊക്കെ പെരുമാറിയിട്ടുള്ളൂ. എന്നിട്ട് എന്നെ പറ്റിയുള്ള കംപ്ലൈന്റുകൾ മറ്റുള്ള ആൾക്കാരോട് പോയി പറഞ്ഞു കൊടുക്കുക അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്ലാസ് എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഈ ക്ലാസ് ആണ് പറയാറ്. എന്നിട്ട് ആരാണെന്ന് ഞാൻ പറയുന്നില്ല. ആരും എന്നെ പറ്റി കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ചിലപ്പോ കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം എടുത്ത് നിങ്ങളെയൊക്കെ വഴക്ക് പറഞ്ഞെന്ന് വരും. അത് നിങ്ങൾ അമ്മ കലമ്പുന്ന പോലെ കരുതിയാ പോരെ? അമ്മേനെ പോലെ കരുതുകയാണെങ്കിൽ രണ്ടെണ്ണം അങ്ങോട്ടേക്ക് പറഞ്ഞിരിക്കല്ലേ. എന്നെ പറ്റി ആരാ കംപ്ലൈന്റ് കൊടുത്തതെന്ന് എനിക്കറിയാം കേട്ടോ. അത് ഈ ക്ലാസ്സിലുള്ള എല്ലാവർക്കും അറിയാമെന്നും എനിക്കറിയാം. അത് ആരാ കംപ്ലൈന്റ് കൊടുത്തതെന്ന് നിങ്ങൾ ആരെങ്കിലും എന്നോട് വന്ന് പറയണം കേട്ടോ. ഇല്ല, ഞാനിനി ക്ലാസ് എടുക്കുന്നില്ല. ഞാൻ ക്ലാസ് എടുത്തിട്ട് എന്തിനാ? എന്നെ പറ്റിയുള്ള കുറ്റങ്ങൾ മറ്റുള്ളവരോട് നിങ്ങൾക്ക് പോയി പറഞ്ഞു കൊടുക്കാനല്ലേ? ഇനി ആരാ കംപ്ലൈന്റ് കൊടുത്തതെന്ന് എന്നോട് വന്ന് പറയാതെ ഈ ക്ലാസ്സിൽ ഞാൻ ഇനി കയറത്തില്ല കേട്ടോ. ഞാൻ ഇവിടെ വേറെ ക്ലാസ് ടീച്ചറെ ആക്കാൻ പോവാം. ഞാൻ വരത്തില്ല. എന്നോട് ഇപ്പൊ തന്നെ വന്ന് പറയുന്നുണ്ടേ പറയാമായിരിക്കും.